ഇപ്പം 300 ഷോസിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയണു അല്ലെ. ലോങ് ജേർണിയാണത്. ഇത്ര യങ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണ്. അതിനെ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇനി അവർക്ക് പാടണം എന്ന് ആഗ്രഹം ഉള്ള ആൾക്കാരുണ്ടല്ലോ. എല്ലാ വീട്ടിലും ഇപ്പൊ ഒരു കലാകാരന്മാരുണ്ടാവുമല്ലോ, ഓല് കൊണ്ടുവരാനായിട്ടുള്ള ആളുണ്ടാവില്ല. അതാണ് എല്ലാവർക്കും പാടാനുള്ള എല്ലാവർക്കും പല പല കഴിവുകളും ഉണ്ട്. ഇപ്പൊ എല്ലാ വീട്ടിലും ഒരു കലാകാരന്മാരുണ്ടാവും. ഓലെ കൊണ്ടുവരാനായിട്ട് ഒരാളും കൂടി വേണം. അപ്പൊ എല്ലാ രീതിയിലെത്തും, മുന്നിലോട്ടെത്തും എല്ലാരും. അസിന്റെ വീട്ടിലെങ്ങനെയാ? സപ്പോർട്ടാണോ? വീട്ടില് സപ്പോർട്ടാണ്. ഉപ്പ സപ്പോർട്ട് ചെയ്യും. ഉപ്പയാണ് പ്രോഗ്രാമിനൊക്കെ കൂടെ വരാറ്. ഇൻസ്റ്റയിലെ കണ്ടു പാരന്റ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സിസ്റ്റേഴ്സും പിന്നെ ഉപ്പയും ചെയ്യുന്നു. ആണല്ലേ. അപ്പൊ അമ്മക്ക്? ഉമ്മ വീട്ടിലുണ്ട്. ഉമ്മ ഇപ്പൊ പ്രോഗ്രാമിനൊക്കെ വരാറുണ്ട്. അടിപൊളി. വീട്ടിലാരെങ്കിലും പാട്ടുകാരുണ്ടോ? വലിയ താത്ത പാടും. ചേച്ചിയുടെ പേര്? അഫീഫ. ഓക്കെ. ചേച്ചി ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് കുറച്ച് മുമ്പ് ഹിന്ദി സോങ്സ് ഒക്കെ കുറെ പാടിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പാടും. ഓക്കെ. ചേച്ചി ഷോസ് ചെയ്യാറുണ്ടോ? ഇല്ല, കുറെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ റിയാലിറ്റി ഷോ തോന്നുന്നത്. ചേച്ചിയാണോ അതിന്റെ ഇൻസ്പിറേഷൻ? അതെ, താത്താടെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അടിപൊളി. അപ്പോ ഈ ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് 2 വരി പാട്ട്, വൈറലായ പാട്ടുണ്ടല്ലോ, അതൊന്ന് പാടിത്തരാൻ പറ്റും? ഈ ഒരു പാട്ട് ഞാൻ 2018 3ാം ക്ലാസ് പഠിക്കുമ്പോൾ പാടിയൊരു പാട്ടാണ്. ഒരു പാട്രിയോട്ടിക് സോങ് ആണ്. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണിതല്ലോ സ്വർഗരാജ്യം, മതേതരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. അടിപൊളി. ഓ മൈ ഗോഡ്, മാജിക്കലാണ് അജിന്റെ വോയിസ്, സീരിയസ്ലി. അപ്പൊ ഈ വോയിസ് പ്രൊഫഷണൽ ആക്കിയാണോ, ഐ മീൻ ഫ്യൂച്ചറിൽ ഇത് പാട്ടൊരു പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹമുണ്ടോ? അതോ ആഗ്രഹമുണ്ട്. സ്വന്തമായിട്ട് ലിറിക്സ് എഴുതി? നല്ല ആഗ്രഹമുണ്ട്.